പുതിയ വാക്കുകൾ ഭാഷയിലേക്ക് വരുന്നതിന് പല വഴികളുണ്ട്. അതിലൊന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിലവിലുള്ള ചില വാക്കുകളുടെ ആദ്യ അക്ഷരങ്ങൾ ചേർത്ത് മറ്റൊരു പുതിയ വാക്ക് ഫോം ചെയ്യുക. അങ്ങനെയുള്ള വാക്കുകളെ ആക്രണിംസ് എന്നാണ് പറയുന്നത്. ആക്രണിംസ്, അക്രോണിം എന്ന് വായിക്കരുത്, ആക്രണിം. ചില ഉദാഹരണങ്ങൾ ഇവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ആക്രണിം എന്ന്. RADAR. ചിലപ്പോൾ നിങ്ങളിത് വായിച്ചത് റഡാർ എന്നായിരിക്കും. അങ്ങനെയല്ല, ഇതിൻ്റെ ഉച്ചാരണം റേഡാർ എന്നാണ്. റേഡാർ. ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ താഴെ പറയുന്ന വാക്കുകളുടെ ആദ്യ അക്ഷരങ്ങളാണ് റേഡാർ. റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. അടുത്ത വാക്ക് ലേസർ. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ആദ്യത്തെ അക്ഷരങ്ങൾ ചേർത്ത് ലേസർ എന്ന വാക്കുണ്ടായി. സ്കൂബ. സ്ക്യൂബ എന്നല്ല, സ്കൂബ. സെൽഫ് കണ്ടെയ്ൻഡ് അണ്ടർ വാട്ടർ ബ്രീതിങ് ആപ്പറേറ്റസ്. അവസാനത്തെ വാക്ക് പറയേണ്ടത് ആപ്പറേറ്റസ് എന്നാണ്, അപ്പാരറ്റസ് എന്നല്ല. അവസാനമായി ക്യാപ്ചർ. CAPTCHA. കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് public Turing test to tell computers and humans apart. ക്യാപ്ച എന്ന് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് ക്യാപ്ച എന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ട്യൂറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കണക്കുകൂട്ടൽ എന്നുള്ള അർത്ഥം കരുതിയാൽ മതി. ഗുഡ് ബൈ.